ഇന്നലെ മുതൽ ഈ സമയം വരെ നമുക്ക് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രാഥമികമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം? ഇന്നലെ വൈകുന്നേരം 5:05 ബീച്ച് ഫയർ സ്റ്റേഷനിൽ നമുക്ക് ഫസ്റ്റ് കോൾ വരുന്നത്. 5:06 തന്നെ അവിടുന്ന് വണ്ടി പുറപ്പെടുകയും 5:08 സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. തീ വളരെ വലുതാണെന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്ന് തന്നെ മെസ്സേജ് എല്ലാ നിലയങ്ങളിലേക്കും പാസ് ചെയ്തു. അവിടെ നിന്നെല്ലാം വാഹനങ്ങൾ, കോഴിക്കോട് ജില്ലയിലെ എല്ലാ വാഹനങ്ങളും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും 2 വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചു. അതുപോലെ എയർപോർട്ടിലെ ഒരു വാഹനവും ഇങ്ങോട്ട് എത്തിച്ചു. അങ്ങനെ ഫയർ ഫൈറ്റ് ചെയ്ത് 10 മണിയോടുകൂടി ഏകദേശം നിയന്ത്രണ വിധേയമാക്കുകയും പുലർച്ചെ 5:30 കംപ്ലീറ്റ് ആയിട്ട് അണക്കുകയും ചെയ്തു. പിന്നെ എന്തെങ്കിലും എക്സിജൻസി വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വാഹനം ഇവിടെ സ്റ്റാൻഡ് ബൈ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. അതാണ് ഫയർ ഫൈറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് നോക്കിയിരുന്നു, ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒരറ്റത്തുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് ചെയ്തായിട്ട് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഫോറൻസിക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ഒക്കെ അത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ നമുക്കതൊരു അഫർമേഷനായിട്ട് പറയാൻ കഴിയും. ആവാം, മറ്റ് സോഴ്സുകളൊന്നും കാണാനില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോറൻസിക് സ്റ്റഡിയിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അല്ല, ദുരൂഹത എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇത് കെട്ടിടത്തിന്റെ ഉള്ളിലാണല്ലോ തീ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ദുരൂഹതയായിട്ട് എക്സിറ്റ് പ്രധാനമായിട്ടും മെയിൻ സ്റ്റെയർ കേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതാണ് അങ്ങോട്ടുള്ള എൻട്രി പോയിന്റുകളുള്ളത്. അല്ല, അത് അത്യാവശ്യം വീതിയുള്ളതായിരുന്നു. ഉള്ളിലേക്ക് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഫയർ ലോഡ് സാധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഫാബ്രിക്സിന്റെ ഐറ്റംസ്, ടെക്സ്റ്റൈൽസ്, എല്ലാ സാധനങ്ങളും ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ പാസേജുകളിലും സ്റ്റോറേജ് കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് വെള്ളം അടിച്ചാൽ അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അത് പ്രധാനമായിട്ടും ഈ ടിൻ ഷീറ്റ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ സൈഡൊക്കെ ടിൻ ഷീറ്റ് വെച്ച് അടച്ചിട്ടുള്ളതുകൊണ്ടും പിന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടിഷൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അടച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തത്. അതുകൂടാതെ അത് കഴിഞ്ഞാൽ ഒരു പാസേജാണ്. പാസേജ് കഴിഞ്ഞാൽ റോളിംഗ് ഷട്ടറാണ്. ഇതിന്റെ അകത്താണ് ഫ്ലൈമബിൾ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ തീപിടിച്ച വസ്തുക്കൾ ഉണ്ടായിരുന്നത്. പല പാസേജുകളിലും സാധനങ്ങൾ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഒന്നുമില്ല. ഫയർ ഓഡിറ്റൊക്കെ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പലർക്കും നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് ഈ വർഷം കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ കൂടുതൽ ഹൈ റൈസ് ബിൽഡിംഗ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ആ ബിൽഡിങ്ങുകൾക്കൊക്കെ നമ്മൾ ഫയർ ഓഡിറ്റ് നടത്തിയിട്ട് ലെറ്ററായിട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ. ഇത് അനധികൃതമാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതായത് ഫയർ സർവീസിൽ നിന്ന് ഈ ബിൽഡിങ്ങിന് NOC നൽകിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അനധികൃതമാണോ അല്ലെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അല്ലല്ല, അത് എന്ന് പ്രവർത്തിച്ച് തുടങ്ങിയതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നോക്കുന്നത്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. എവിടെ? ഇവിടെ അധികം സ്റ്റാഫ് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. മിനിമം സ്റ്റാഫുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ രക്ഷാപ്രവർത്തനം അത് ഈ പറഞ്ഞ പാർട്ടിഷൻ ഉണ്ടല്ലോ, ഒന്ന് അകത്ത് ഒറ്റ ഹാളല്ല, പല റൂമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് തന്നെ ടിൻ ഷീറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡും പാർട്ടിക്കിൾ ബോർഡ്, അതുപോലെ ടഫൻ ഗ്ലാസ് ഇതെല്ലാം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പാസേജിൽ ഈ പറഞ്ഞ ഓൾറെഡി സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ വെള്ളം എത്താത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് നാട്ടുകാരെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അത് ഒരു ആരോപണമാണ്. അതായത് ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും 1 സെക്കൻഡ് മണിക്കൂറുകളായിട്ടൊക്കെ തോന്നും. അത് അവരുടെ ഫീലിംഗ്സ് ആണ്. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഇവിടെ നിൽക്കുമ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാലൊക്കെ തന്നെ ഭയങ്കര ഇത് വരും. പക്ഷെ ഫയർ സ്റ്റേഷനിൽ 5:05 കോള് കിട്ടിയത്. 5:06 അവിടെ നിന്ന് വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. 5:08 എത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു വീഴ്ചയും വന്നിട്ടില്ല. കൃത്യസമയത്ത് ഫയർഫോഴ്സ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിനു ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വലിയ ഫയർ ആണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ കഴിയുള്ളൂ, ആ വിവരങ്ങൾ പാസ് ചെയ്യാനും കഴിയുള്ളൂ. ഇവിടെ വന്നു വലിയ കൊള്ളാമെന്ന് മനസ്സിലായി. അതനുസരിച്ച് മറ്റുള്ള എല്ലാ നിലയങ്ങളിൽ നിന്നും വാഹനങ്ങൾ മാക്സിമം നമ്മൾ എത്തിച്ചു. നല്ല രീതിയിൽ ഫയർ ഫൈറ്റ് ചെയ്തു. അതുണ്ടായിരുന്നല്ലോ, അത് നേരത്തെ പറഞ്ഞതാണ്. അത് നമുക്ക് മാനുവലി കണ്ടെത്താൻ കഴിയില്ല. അത് ഫോറൻസിക് സ്റ്റഡിയിൽ തന്നെ കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനുള്ള സംവിധാനം രാസപരിശോധനയൊക്കെ അവർക്ക് ആവുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നത്.
നിലവിൽ 15 വലിയ MTU, അതായത് മൊബൈൽ ടാങ്ക് യൂണിറ്റും 5 മിനി ഫയർ ടാങ്ക് യൂണിറ്റും 6 ജീപ്പ് അങ്ങനത്തെ വെഹിക്കിൾസുമാണ് ഉണ്ടായത്.